ഹായ് ഹലോ മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ്റെ കൂടെ ബീഫോ മീൻകറി എന്തായാലും ഞാനിവിടെ മീൻകറിയും കൂട്ടിയാണ് ഇന്ന് കഴിച്ചത് കേട്ടോ. അപ്പോൾ എന്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഞാൻ ഏത് പാത്രത്തിലാണോ പൊടി എടുക്കുന്ന ആ പാത്രത്തിന് 2 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ആ കപ്പിന് 2 കപ്പ് വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ ഈ സമയം നമുക്കൊരല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വെള്ളം നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ വെള്ളം എല്ലാം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് വലിയ പാടൊന്നുമില്ല, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇച്ചിരി നേരം നമ്മൾ നല്ലപോലെ ഒന്ന് മെനക്കെടുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല മയമായിട്ട് കിട്ടും. നല്ല സ്മൂത്തായിട്ടുള്ള പത്തിരി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ പാത്രത്തിന് 1 പാത്രം അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പപ്പൊടിയൊക്കെ ഇല്ലേ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം ഇച്ചിരി കൂടിയതുപോലെ തോന്നും, പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കണം. ഒരു 10-20 മിനിറ്റ് നല്ലപോലെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുക റെസ്റ്റ് ചെയ്യാനായിട്ട്. 10-15 മിനിറ്റ് ഇതിങ്ങനെയൊന്ന് ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് മാവൊന്നെടുത്ത് ഇതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നിങ്ങൾ മാവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ചൂടായിട്ടോ. അപ്പോൾ ഒരുപാട് അറിയാത്തവരൊന്നും പെട്ടെന്ന് കൊണ്ട് കൈയൊന്നും വെക്കരുത്. അപ്പോൾ ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും മാവ്, ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കിട്ടും. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് അമർത്തി കുഴച്ചെടുക്കുക. കണ്ടോ, വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല, അത് തന്നെ മതിയാവും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റെങ്കിലും നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മയം ഉണ്ടാവും, നല്ല മയമായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് എത്രത്തോളം കുഴയ്ക്കും അതിനനുസരിച്ചല്ലേ മാവ് നല്ല സ്മൂത്തായിട്ടൊക്കെ വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പത്തിരിയും. ഇപ്പം കണ്ടോ മാവ് നല്ലപോലെ സ്മൂത്തായിട്ട് പഞ്ഞു പോലെ ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനെല്ലാം ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അരിപ്പൊടി നമുക്കിതുപോലെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് പരത്തരുത്, എന്നാൽ ഒത്തിരി അങ്ങ് നൈസും ആവരുത്. അതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം വെച്ച് നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഭംഗിയൊക്കെ ആയിരിക്കും അല്ലേ, സൈഡൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ആ സൈഡിൽ വരുന്ന ഇതുപോലെ നമുക്ക് മാറ്റിയിട്ട് അത് നമുക്ക് അടുത്ത് ഉരുട്ടുമ്പോൾ അത് തന്നെ എടുത്ത് ഉരുട്ടിയാൽ മതി. കണ്ടോ, നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ 2-3 ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പരത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിസ്കിനൊക്കെ കംപ്ലയിൻ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ബലം പിടിക്കുമ്പോഴൊക്കെ എൻ്റെ കൈക്കൊക്കെ വേദന വരും. അപ്പോൾ അച്ചായൻ വന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം അച്ചായനെ പരത്തുന്നത് കേട്ടോ. നമുക്കും എല്ലാവർക്കും വേണമല്ലോ, അപ്പോൾ ഇച്ചിരി ഏറെ വേണമല്ലോ. അപ്പോൾ ബാക്കി അച്ചായനും പരത്തുന്നുണ്ട്. പരത്തി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. ഈ പരുവത്തിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ പത്തിരി തമ്മിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതുപോലെ തന്നെ നല്ലതുപോലെ പൊങ്ങി വരികയും ചെയ്യും. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല പഞ്ഞു പോലെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ചട്ടിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മളൊരു ദോശക്കല്ലിൽ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇനി ഞാൻ നോക്കട്ടെ, മാരാമൺ കൺവെൻഷൻ്റെ സമയം, ഇപ്പോൾ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഈ സമയം അവിടെ കടകളിലുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ കണ്ടോ ഒരു മുറത്തിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ഞാനിതാ സ്റ്റൗ കത്തിച്ച് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശക്കല്ലിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, വീർത്ത് വരുന്നുണ്ടോ? ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ കുഴയ്ക്കുന്നില്ലായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെടുത്തതിന് ശേഷം ഞാൻ അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ വീഡിയോ വിട്ടുപോയതാട്ടോ, നമ്മൾ ആ കല്ലൊന്ന് തുടയ്ക്കുക. ആ പൊടി, നമ്മൾ അരിപ്പൊടി ഇങ്ങനെ തൂത്തിട്ടല്ലേ അത് പരത്തുന്നത്. അപ്പോൾ ആ പൊടി ആ കല്ലയിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് കല്ല് നല്ലപോലെ ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം അടുത്ത് ഇട്ട് കൊടുക്കുക. കണ്ടോ, നല്ലതുപോലെ വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ മാറ്റിയേക്കാം. മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു നല്ല കോട്ടൺ ടവലോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്ന നല്ലൊരു തുണി കൊണ്ട് ആ കല്ല് നല്ലപോലെ തുടച്ചതിന് ശേഷം അടുത്ത പത്തിരി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കണ്ടോ, വീർത്ത് വരുന്ന കണ്ടോ? ഇതൊക്കെ ഉണ്ടല്ലോ, ബീഫ് കറി, മട്ടൻ കറി, ചിക്കൻ കറി. ഞാനിന്ന് മീൻ കറിയായിരുന്നു കേട്ടോ. എന്നാലും അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ വെജിറ്റബിളൊന്നും ഇതിനത്ര ചേരത്തില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒരുപാട് കട്ടിയായി പോരുത് കേട്ടോ. കട്ടിയായി പോയാൽ അത് കാണാനും കൊള്ളത്തില്ല, കഴിക്കാനും ഒരു ടേസ്റ്റ് കാണത്തില്ല. നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ എല്ലാം ഇവിടെ ഇതുപോലെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയം കാണുന്നത് വരെയും ബായ്.